വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ മതിലൊക്കെ ചാടിക്കടന്ന് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വലിയ സംഘർഷാവസ്ഥ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസിനെ പ്രകോപിപ്പിച്ച് പോലീസിന് നേരെ വ്യാപകമായ അക്രമം ഉണ്ടായപ്പോഴാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു സംഘർഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നു. യുവമോർച്ചയുടെ പ്രവർത്തകരുടെ മാർച്ചാണ് കാണാൻ കഴിയുന്നത്. മാർച്ച് പോലീസിന്റെ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു, സെക്രട്ടേറിയറ്റിന് സമീപം തടഞ്ഞു. പക്ഷേ ഈ ബാരിക്കേഡ് മറികടന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കിടക്കാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമിക്കുകയും പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. ആ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. മാർച്ചുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അവിടെ തടയുകയായിരുന്നു. പക്ഷേ അവർ പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോഴാണ്, പോലീസിന് നേരെ അക്രമം ഉണ്ടാക്കിയപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് തിരിച്ച് പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ തോതിൽ അക്രമം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമ്മൾ കണ്ടത്. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നൃപൻ, സെക്രട്ടേറിയറ്റിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ച് വലിയ തോതിൽ അക്രമാസക്തമാവുകയാണോ? പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ തടഞ്ഞോ? തീർച്ചയായും മനു പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിൽ ചില പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോഴേക്കും പോലീസ് തടഞ്ഞു. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. പോലീസിന്റെ ലാത്തിയടക്കം വടിയടക്കം പിടിച്ചു വാങ്ങുന്ന ചില പ്രവർത്തകരുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുമ്പോൾ യുവമോർച്ചയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ വളഞ്ഞ് അവരെ കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലും സംഘർഷമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടക്കുന്നത്. ആദ്യം ഈ മാർച്ച് എത്തിയ ഉടൻ തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തി. അതിനുശേഷം കൊടികളുമായി ഈ ബാരിക്കേഡ് മുകളിലേക്ക് കയറി ബഹളം വെച്ചു. അതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി 5 തവണ തുടർച്ചയായി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. ഇപ്പോൾ ചില പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷമാണ്. പ്രവർത്തകർ പോലീസിന്റെ ലാത്തി അടക്കം പിടിച്ചു വാങ്ങുന്നു. ഇതിനുശേഷം സംഘർഷം നടക്കുന്നു. അങ്ങനെയുള്ള ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പോലീസ് ഇതുവരെ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിട്ടില്ല. പരമാവധി പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും പോലീസിന്റെ പക്ഷേ ആ സംയമനത്തെ ദൗർബല്യമായി എടുത്തുകൊണ്ട് ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവിടെ കാണാൻ കഴിയുന്നത്? തുടർച്ചയായി മാർച്ച് ആരംഭിച്ച സമയം മുതൽ നാം കാണുന്നത് അത് തന്നെയാണ്. ഈ ഘട്ടം വരെ പോലീസ് പൂർണ്ണമായി സംയമനം തന്നെയാണ് പാലിച്ചത്. പ്രവർത്തകരെ സംഭവ സ്ഥലത്ത് നിന്ന് ചിതറി ഓടിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിൽ വഴങ്ങാത്ത പ്രവർത്തകരാണ് വീണ്ടും പോലീസിന് നേരെ അടുക്കുന്നത്. പോലീസിന്റെ ലാത്തി വടിയും ഒക്കെ തന്നെ ഷീൽഡടക്കം പിടിച്ചു വാങ്ങുന്നു. അവരെ ഈ കൊടിയുടെ കമ്പ് കൊണ്ട് പോലീസിനെ തല്ലാനുള്ള ശ്രമം പലതവണ നടത്തി. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ബാരിക്കേഡ് വെച്ച് തടുക്കുകയല്ലാതെ പോലീസ് സംഘർഷത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു സംഘം പ്രവർത്തകർ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രവർത്തകരെ അല്പനിമിഷങ്ങൾക്ക് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തകർ ഈ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പോലീസിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. മനഃപൂർവ്വം നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഈ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്ന സമയം മുതൽ ആ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ പോലീസ്, അതായത് നൃപൻ, ഏത് വിധേനയും ആ പ്രദേശത്തൊരു സംഘർഷമുണ്ടാക്കി പോലീസ് അക്രമം നടത്തുന്നു എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഈ സമയം വരെ കാണാൻ കഴിയുന്നത്? തീർച്ചയായും മനു പറഞ്ഞതാണ്. ഈ സമയം വരെ അത് തന്നെയാണ് കാണുന്നത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, മാർച്ചിന്റെ തുടക്കുന്ന ഘട്ടം മുതൽ അതിനുള്ള പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. വനിതാ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ സെക്രട്ടേറിയറ്റിന് അകത്തുനിന്നുള്ള മതിലിനപ്പുറത്തുള്ള പോലീസുകാരും പുറത്തു നിന്നുള്ള പോലീസും കൂടി ചേർന്ന് പൂർണ്ണമായി പ്രവർത്തകരെ പ്രതിരോധിച്ചു. അതിനുശേഷം ഒരു സംഘം പ്രവർത്തകർ ഓടി സെക്രട്ടേറിയറ്റിന്റെ മെയിൻ ഗേറ്റ് കടന്ന് മറുഭാഗത്തു കൂടി സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി. അതിൽ വനിതകളടക്കം വരുന്ന യുവമോർച്ചയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരെയും പോലീസ് തടയുകയായിരുന്നു. ആ പോലീസിന് നേരെ, അകത്ത് നിന്ന് തടഞ്ഞ പോലീസിന് നേരെ കൊടിയുടെ വടിയുണ്ട്, വടി കൊണ്ടടക്കം അടിക്കുന്ന സ്ഥിതിയുണ്ടായി. ഷീൽഡ് പിടിച്ചു വാങ്ങാനുള്ള ശ്രമമുണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ടുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ച് പിരിച്ചു പോകാത്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചപ്പോഴാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന്
പ്രതിഷേധിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ അത്യന്തം പ്രകോപനപരമായ സമീപനങ്ങളിലേക്ക് പ്രവർത്തകർ പലതവണ പോയി എങ്കിലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, അങ്ങനെ ഒരു അന്തരീക്ഷം പരമാവധി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ തരത്തിലുള്ള ലാത്തിചാർജ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി, ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്ന തരത്തിലേക്ക് ആ ഒരു നരേഷൻ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള പ്രകോപനം അവരുടെ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസ് സംയമനം പാലിക്കുന്നുണ്ട്. പോലീസ് ഈ പ്രവർത്തകർ തറയിൽ കുത്തിയിരുന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് വാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പം നിമിഷം തന്നെ അറസ്റ്റ് നടപടിയിലേക്ക് നീങ്ങും എന്നാണ് കരുതുന്നത്. മനു, ഈ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചവരെയൊക്കെ കൃത്യമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായും മനു, അത് ആ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ്, സമര ഗേറ്റിൽ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് എതിർഭാഗത്തുള്ള റോഡിലേക്ക്, ഓഫീസിന്റെ ആ ഭാഗത്താണോ? സെക്രട്ടറിയുടെ എതിർഭാഗത്തേക്ക്, അതായത് ഈ സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിന്റെ എതിർവശത്തുള്ള റോഡിലാണ് ഇവർ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അവിടെ പോലീസ് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പ്രവർത്തകർ പരമാവധി സംഘടിച്ച് നിൽപ്പുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ പോലീസിന്റെ വാഹനത്തിലേക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ യുവമോർച്ചയുടെ നേതാക്കൾ മാർച്ചിന്റെ ഭാഗമായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനു, ശരി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ മാർച്ച്. നൃപൻ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് അവരുടെ ഷീൽഡുമായി പരമാവധി ഇവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പോലീസിന് നേർക്ക് ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ പരമാവധി തള്ളിമാറ്റിക്കൊണ്ട് കയറാൻ ശ്രമിക്കുന്നു. കാര്യം ലക്ഷ്യം വ്യക്തമാണ്. ഏത് വിധേനയും ഒരു സംഘർഷം ഉണ്ടാക്കുക, അതുവഴി പോലീസ് അഴിഞ്ഞാടുന്നു എന്ന ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുക. നൃപൻ, മനു, നേരത്തെ തുടർച്ചയായി പ്രകോപനത്തിന്റെ ശ്രമം ഈ മാർച്ച് ആരംഭിക്കുമ്പോൾ തന്നെ RYFന്റെ പ്രവർത്തകരുടെ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുണ്ടായിരുന്നു. ആ മാർച്ചിനിടയിലേക്ക് ഈ പ്രവർത്തകർ ഓടിക്കയറുകയായിരുന്നു. പോലീസ് തടഞ്ഞിട്ടും പ്രവർത്തകർ അവിടെ നിന്നില്ല. ആ സമയം മുതൽ ബാരിക്കേഡ് മറിച്ചിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം പ്രവർത്തകർ തുടരെ നടത്തി. അപ്പോഴൊക്കെ പോലീസ് ലാത്തി വീശാതെ പരമാവധി സംയമനം പാലിച്ച് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി ഉപയോഗിച്ചിട്ട് ചിതറിയോടിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി പോലീസിനെതിരെ തിരിഞ്ഞു. ജലപീരങ്കി ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ, ആ വാഹനത്തിന് നേരെ ചാടിക്കയറാനും ആ വാഹനത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് പോലീസ് വലയം തീർത്തത്. പോലീസ് വലയം തീർത്തപ്പോഴേക്കും പ്രവർത്തകർക്ക് അവിടെ നിന്ന് പോകാൻ കഴിയാതെ, ഈ സെക്രട്ടേറിയറ്റ് മതിൽ ചാടി കടന്ന് അകത്തേക്ക് പോകാൻ കഴിയാതാകുമ്പോഴേക്കാണ് ആ സെക്രട്ടേറിയറ്റിന്, ഈ സമര ഗേറ്റിന് എതിരെയുള്ള MG റോഡിൽ എതിർ വശത്ത് റോഡിൽ ഇപ്പോൾ കുത്തിയിരുന്നത്. അവിടെയാണ് ഇപ്പോൾ അവരെ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് വ്യാപകമായ സംഘർഷം എന്ന തരത്തിലേക്ക് വാർത്ത സൃഷ്ടിക്കുക, പരമാവധി ലാത്തി വീശി പോലീസിനെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയി സംഘർഷാവസ്ഥ സംസ്ഥാനത്ത് തലസ്ഥാന നഗരത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ശ്രമം തുടർച്ചയായി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ പോലീസ് നേരത്തെ മനു നമ്മുടെ വിഷ്വൽ കാണുന്നത് പോലെ ഷീൽഡ് ഉപയോഗിച്ച് പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു. പോലീസിന്റെ ലാത്തി പ്രവർത്തകർ പിടിച്ചു വാങ്ങി. ആ ലാത്തി കൊണ്ട് തന്നെ പോലീസിനെ അടിക്കാനുള്ള ശ്രമം നടത്തി. ശരി, വ്യക്തമാണ് നൃപൻ, ഏതാനും കാര്യങ്ങൾ വ്യക്തമാണ്. പോലീസ് വളരെയധികം സംയമനം പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. യുവമോർച്ച പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം അവിടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നു. പക്ഷേ എന്നിട്ടും ലാത്തി വീശാതെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ മാറ്റുന്ന ഒരു നീക്കമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവിടെ ഇതിന്റെ ഭാഗമായിട്ട് യുവമോർച്ചയുടെ നേതാക്കൾ സംസാരിക്കുകയാണ്. പോലീസ് ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.